പൂർണ്ണമായിട്ടും ഒരു ഇൻഡിപെൻഡന്റ് മീഡിയ അല്ല, ഒരു ഗോതി മീഡിയ അടുപ്പിച്ചടുപ്പിച്ച് ഗവൺമെന്റിനെതിരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഇപ്പോഴും. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും, അതായത് നേഷൻ വാണ്ട്സ് ടു, ഇത് രാജ്യത്തിന് അറിയാൻ താല്പര്യമുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതായത് മോദി ഗവൺമെന്റിന്റെ മന്ത്രിമാരാണെങ്കിലും BJPയുടെ സീനിയർ ലീഡേഴ്സും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ പരസ്യങ്ങളും സ്പോൺസർഷിപ്പും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചില ഇന്റർവ്യൂസ്, കാരണം വിദേശ പ്രതിനിധികൾ ഇന്ത്യയിൽ വരുമ്പോൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഇന്റർവ്യൂസ് ഒന്നും അർണബ് ഗോസ്വാമിക്ക് കിട്ടുന്നില്ല. കാര്യം എന്തുവാ? മോദിക്കെതിരെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് BJPക്കെതിരെയും ചില BJPയുടെ സ്റ്റേറ്റ് മന്ത്രിമാർക്കെതിരെയും അറ്റാക്ക് ചെയ്യുകയാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു. യോഗി ആദിത്യനാഥ് വെറും പൊട്ടനാണെന്ന് പറയുന്നു. എന്താ ഇതിന്റെ പിറകിലുള്ള കാര്യം എന്തുവാ? എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും അകലാനുണ്ടായ കാര്യം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എങ്ങനെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം പെരുമാറുന്നത് എന്നത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെർജിയോ ഗോർ, അമേരിക്കയുടെ പുതിയ എൻവോയ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതേപോലെ അമേരിക്കയുടെ ഇന്ത്യയുടെ അംബാസഡറായിട്ട് വന്നു. അയാളാണ് ഈ നീക്കം നടത്തിയേക്കുന്നത് ട്രംപിന് വേണ്ടി. ഇതാണ് ഞാൻ വളരെ സീക്രട്ടായിട്ട് അറിഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്ക എന്ന് പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു. അതായത് ട്രംപിന്റെ ഡിമാൻഡാണ് ഈ രണ്ടുപേരെയും മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഇനി അമേരിക്ക പഴയ പോലെ സഹായം തരത്തില്ല, പഴയ പോലെ അടുക്കത്തില്ല. കാരണം ഈ അർണബ് ഗോസ്വാമിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ഭാഗ്യം അറ്റാക്ക് ശേഷം ഇന്ത്യ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യണമെന്ന് പോയിട്ട് പബ്ലിക് ക്യാമ്പയിൻ അങ്ങ് നടത്തുവാണ്. അതിനെ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു. അതോടുകൂടി ഈ വാർ എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് നിർത്തണം ഉറപ്പായിട്ടും. കാരണം കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇന്ത്യയാണ്. ഉറപ്പായിട്ടും അമേരിക്ക ഇന്റർവ്യൂ ചെയ്തു. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് നിന്ന്. ഇതാണ് അതിൻ്റെ കാര്യം. അത് യാഥാർത്ഥ്യ സത്യം തന്നെയാണ്. പിന്നീട് പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റാണ് അനൗൺസ് ചെയ്യുന്നത് സീസ് ഫയർ. അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അർണബ് ഗോസ്വാമി അമേരിക്കൻ പ്രസിഡന്റിനെതിരെ തിരിഞ്ഞു. അതോടുകൂടി ഇന്ത്യയിൽ അമേരിക്കക്കെതിരെയും പ്രസിഡന്റ് ട്രംപിനെതിരെയും വലിയ രീതിയിലുള്ള വേവ്സ് ഉണ്ടായി. അതിന് കാരണക്കാരൻ ഇയാളുമാണ്, ഈ പറയുന്ന ഹിരൺ ജോഷിയാണ്. അമേരിക്കയുടെ ഡിമാൻഡാണ് അർണബ് ഗോസ്വാമിയെ ഹിരൺ ജോഷിയെ മാറ്റി നിർത്തുക.